അധ്യായം 76. വേണ്ടപ്പെട്ട ആൾ. സിദ്ധാർത്ഥിന്റെ രൂക്ഷമായ നോട്ടം കിരണിന്റെ നേർക്കായിരുന്നു. അത് നീലിമയും കിരണും അറിഞ്ഞില്ല. സിദ്ധാർത്ഥിന്റെ കൂടെ അവന്റെ മറ്റൊരു സുഹൃത്തും പാർട്ട്ണറുമായ ശ്രീകാന്തും ഹേമന്തും ഉണ്ടായിരുന്നു. അവരൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാണ് ആ വഴി വന്നത് തന്നെ. ഹേമന്തിന്റെ അത്രയൊന്നും അടുപ്പം ശ്രീകാന്തുമായി സിദ്ധാർത്ഥിനുണ്ടായിരുന്നില്ല. എങ്കിലും അവന് സിദ്ധാർത്ഥിന്റെ സ്വഭാവമെല്ലാം കൃത്യമായി അറിയാം. സിദ്ധാർത്ഥ് ആരെയോ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്നത് കണ്ട് ശ്രീകാന്ത് ഹേമന്തിന്റെ നേർക്ക് നോക്കി. സിദ്ധാർത്ഥിന്റെ മുഖത്തെന്താ ഇത്ര ദേഷ്യം? ശ്രീകാന്ത് ചോദിച്ചു. അത് അവന്റെ സ്ഥായി ഭാവമാണോ? അത് കാര്യമാക്കണ്ട, ഹേമന്ത് പറഞ്ഞു. അപ്പോൾ ശ്രീകാന്ത് വീണ്ടും സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി. സിദ്ധാർത്ഥ് അപ്പോഴും ദൂരെ നിൽക്കുന്ന കിരണിനെയും നീലിമയെയും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എടാ, ഇതങ്ങനെയല്ല, നീ ഒന്ന് നോക്കിക്കേ. അവിടെ ആരോ നിൽക്കുന്നുണ്ട്, അവരെയാ ഇവൻ നോക്കുന്നേ. അവരവിടെ സംസാരിക്കുന്നതിന് ഇവനെന്താ പ്രശ്നം? ശ്രീകാന്ത് ചോദിച്ചു. അപ്പോഴാണ് ഹേമന്ത് അവിടേക്ക് നോക്കുന്നത്. അപ്പോൾ അവനും നീലിമയും കിരണിനെയും കണ്ടെങ്കിലും ദൂരെ നിന്നായതുകൊണ്ട് അവൻ അവരെ തിരിച്ചറിയാൻ സാധിച്ചില്ല. ഷെടാ, ശരിയാണല്ലോ, ഏതോ ഒരു പെണ്ണിനോട് ഒരുത്തൻ സംസാരിക്കുന്നതിന് ഇവനെന്താ പ്രശ്നം? ഹേമന്ത് മനസ്സിൽ ചോദിച്ചു. അല്ല, നീ എന്തേ ആലോചിക്കുന്നേ? ശ്രീകാന്ത് ചോദിച്ചു. അത് കേട്ട് ഹേമന്ത് അവനെ നേർക്ക് നോക്കി. ഏയ്, ഒന്നുമില്ല, ഞാനും നോക്കുമായിരുന്നു. സിദ്ധാർത്ഥന്റെ നോക്കുന്നേന്നോ? ഹേമന്ത് പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് അവിടെ ചെക്കനെയും പെണ്ണിനെയും മാത്രമേ കാണുന്നുള്ളൂ. അതിനാണോ ഇവൻ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ? ശ്രീകാന്ത് ചോദിച്ചു. അത് കേട്ട് ഹേമന്ത് ചിരിച്ചു. അതിന് സിദ്ധാർത്ഥ് എപ്പോഴാ ദേഷ്യം കാണിക്കാത്തത്? നീയൊന്ന് പറഞ്ഞേ, ഹേമന്ത് പറഞ്ഞു. അത് കേട്ട് ശ്രീകാന്ത് ചിരിച്ചു. എടാ, അങ്ങനെയല്ല. സാധാരണ എന്റെ മുന്നിലൊന്നും സിദ്ധാർത്ഥ് ദേഷ്യം കാണിക്കാറില്ല. മാത്രവുമല്ല, ഇത്ര ദേഷ്യത്തിലവൻ നിൽക്കുന്നത് ഞാൻ ആദ്യമായി കാണുവാ, ശ്രീകാന്ത് പറഞ്ഞു. അപ്പോൾ അത് ശരിയാണെന്ന് ഹേമന്തിനും തോന്നി. ഇനി നമ്മൾ കാണാത്തത് വല്ലതുമാണോ ഇവൻ കാണുന്നത്? ശ്രീകാന്ത് വീണ്ടും ചോദിച്ചു. അപ്പോൾ ഹേമന്ത് വീണ്ടും സിദ്ധാർത്ഥ് നോക്കുന്നിടത്തേക്ക് നോക്കി. അവിടെ വേറെന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ശ്രീകാന്തിനോട് ഹേമന്ത് പറഞ്ഞു. അപ്പോഴും സിദ്ധാർത്ഥ് കിരണിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ കിരൺ നീലിമയോട് പറഞ്ഞു. നീലിമ, ഞാൻ പറഞ്ഞല്ലോ, എന്നോട് വാശി കളിച്ചിട്ടാണ് രൂക്ഷമായി നിന്നോട് സംസാരിക്കേണ്ടി വരുന്നത് തന്നെ. കിരൺ പറഞ്ഞത് കേട്ട് നീലിമ അവനെ തന്നെ നോക്കി. സി മിസ്റ്റർ കിരൺ, നിങ്ങൾ ഒന്നാമത് മാനേഴ്സ് ഇല്ലാതെയാണ് പെരുമാറുന്നത്. എനിക്കിതിനൊന്നും സമയമില്ലെന്ന് ഞാൻ വന്നപ്പോൾ മുതൽ പറയുന്നതാണ്. പ്ലീസ് എന്നെ വിട്ടേക്ക്, നീലിമ പറഞ്ഞു. അവളുടെ മുഖം കോപത്തിൽ തുടുത്തിരുന്നു. ഇനിയും അവളോട് രൂക്ഷമായി സംസാരിച്ചാൽ അവൾ കൈവിട്ടു പോകുമെന്ന് തോന്നിയതുകൊണ്ട് കിരൺ ഒന്ന് തണുത്തു. നീലിമ, ഞാൻ തന്നോട് വളരെ മാന്യമായല്ലേ സംസാരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ തന്റെ ജോലി തെറിപ്പിക്കാം. എന്നിട്ട് ഞാനത് ചെയ്തോ? ഇല്ലല്ലോ, കിരൺ പറഞ്ഞത് കേട്ട് നീലിമ ചെറുതായി ഭയന്നു. കാരണം തന്റെ ജോലി എങ്ങാനും കിരൺ ഇപ്പോൾ തെറിപ്പിച്ചാൽ ഉറപ്പായും സൂര്യയുടെ ഭാവിയായും അത് ബാധിക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ നീലിമ തരിച്ചു നിന്നു. കിരൺ അത് ശ്രദ്ധിച്ചു. നീലിമ പേടിക്കണ്ട, ഞാൻ തന്റെ ജോലി കളയാനൊന്നും പോകുന്നില്ല. നോക്കു കുട്ടി, തന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചേക്കുവാണോ? സത്യത്തിൽ ഞാൻ ഭയങ്കര പാവമാണ്, കിരൺ വീണ്ടും പറഞ്ഞു. അപ്പോൾ നീലിമ ധർമ്മസങ്കടത്തിലായിരുന്നു. കിരൺ ജോലിയുടെ കാര്യം ഒരു ഭീഷണി പോലെയായിരുന്നു പറഞ്ഞതെന്ന് നീലിമയ്ക്ക് തോന്നി. കിരണിനെ എതിർത്ത് സംസാരിച്ചാൽ മിക്കവാറും ജോലി കളയുമെന്ന ധ്വനി അവന്റെ സംസാരത്തിലുണ്ടായിരുന്നു. നീലിമയാകെ ആശയക്കുഴപ്പത്തിലായി. അപ്പോൾ കിരൺ നീലിമയോട് ചേർന്ന് നിന്ന് പറഞ്ഞു. എന്റെ കൂടെ നിൽക്കാൻ 100 പെമ്പിള്ളേർ ക്യൂവിലുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല നീലിമ, സത്യമാണ്. അവരെപ്പോലെയല്ല ഞാൻ നിന്നെ കാണുന്നത്. എന്നോട് എനിക്ക് ശരിക്കും എന്തിഷ്ടാണെന്നാ, കിരൺ പറഞ്ഞു. നീലിമയ്ക്ക് അത് കേട്ട് അവനെ നിലത്തേക്ക് തള്ളിയിട്ട് ചവിട്ടി കൂട്ടാനാണ് തോന്നിയത്. പ്രതികരിച്ചാൽ ജോലി പോയാലോ എന്ന് കരുതി അവൾ മിണ്ടാതെ നിന്നു. ഇതെല്ലാം കണ്ടുനിന്ന സിദ്ധാർത്ഥിന്റെ കണ്ണിൽ കോപം വർദ്ധിച്ചു. കിരൺ നീലിമയോട് ചേർന്ന് നിന്നത് സിദ്ധാർത്ഥിന് തീരെ ഇഷ്ടമായില്ല. അവന്റെ മുഖത്ത് ദേഷ്യം വീണ്ടും കൂടിയത് ശ്രദ്ധിച്ച ഹേമന്ത് ശ്രീകാന്തിന്റെ നേർക്ക് നോക്കി ചോദിച്ചു. ഇവനെന്താ വല്ല ചുഴലിയുമാണോ? നീ വല്ല ബാധയും കയറിയെന്നാ എനിക്ക് സംശയം, ശ്രീകാന്ത് പറഞ്ഞു. ഏയ്, എനിക്കാ സംശയമില്ല. ഒരു ബാധയുടെ മേല് മറ്റൊരു ബാധ കയറോ? നോ വേ, ഹേമന്ത് ശബ്ദം താഴ്ത്തി പറഞ്ഞു. അത് കേട്ട് ശ്രീകാന്തിന് ചിരി വന്നു. സിദ്ധാർത്ഥ് ഇതൊന്നും അറിയാതെ നീലിമയും കിരണിനെയും നോക്കി തന്നെ നിൽക്കുകയായിരുന്നു. കിരൺ നീലിമയെ വിടാതെ നിന്നു. അവൻ വീണ്ടും ദേഹത്ത് കൈവെക്കാൻ ശ്രമിച്ചപ്പോൾ നീലിമ അവന്റെ കൈ തട്ടിമാറ്റി. അവളെ എങ്ങനെയെങ്കിലും മുളക്കണമെന്ന ചിന്തയുള്ളതുകൊണ്ട് കിരൺ അവളോട് ദേഷ്യപ്പെട്ടില്ല. നീലിമ, താനെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാടോ, അതെന്താ താൻ മനസ്സിലാക്കാത്തെ? കിരൺ വീണ്ടും പറഞ്ഞു. അവൾ അവനോട് ഒന്നും പറയാൻ പോയില്ല. നീലിമയുടെ മൗനം കണ്ടപ്പോൾ കിരൺ തുടർന്നു. നീലിമ, ഞാനൊരു സത്യം തുറന്നു പറയട്ടെ. അത് കേട്ട നീലിമ കാര്യം എന്താണെന്ന് അറിയാൻ അവനെ നോക്കി. കിരൺ അപ്പോൾ പറഞ്ഞു. നിന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ? നിന്റെ അത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാൻ ആദ്യമായി കാണുകയാണ്. കിരൺ തന്നെ സോപ്പിടാൻ വേണ്ടിയാണ് ഇത്രയും പുകഴ്ത്തി സംസാരിക്കുന്നതെന്ന് നീലിമയ്ക്ക് വ്യക്തമായിരുന്നു. അവൾ വെറുപ്പോടെ അവനെ നോക്കി. അത് കിരൺ ശ്രദ്ധിച്ചില്ല. കിരൺ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? നീലിമ ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നീലിമയോട് ഒരു പ്രശ്നവുമില്ല. എന്റെ കൂടെ ഒരു ഫുഡ് കഴിക്കാൻ വരണം, അത്രയേ ഉള്ളൂ. എന്താ, അത് പറ്റില്ലേ? കിരൺ ചോദിച്ചു. നീലിമ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു. പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്നെ വിട്ടേക്ക്, നീലിമ പറഞ്ഞു. എന്നാ ഞാനിവിടെ നിന്നും പോവില്ല. നീലിമയ്ക്ക് ഞാനിവിടെ നിന്നാൽ മര്യാദക്ക് തന്നെ ജോലി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? കിരൺ ചോദിച്ചു. അത് കേട്ട് നീലിമ അവനെ നോക്കി. അവൻ പറഞ്ഞത് ശരി തന്നെയാണ്. കിരൺ അവിടെ നിന്നും പോവാതിരുന്നാൽ സൂര്യയുടെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങില്ല. അത് മാത്രവുമല്ല, കിരൺ നീലിമയുടെ MD കൂടിയാണ്. അവൻ എളുപ്പത്തിൽ സൂര്യയെ മാറ്റി ഈ അവസരം മറ്റൊരാൾക്ക് കൊടുക്കാനും കഴിയും. അതുകൊണ്ട് കിരണിനെ വെറുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് നീലിമയ്ക്ക് തോന്നി. നോക്ക് നീലിമ, തനിക്ക് എന്റെ കൂടെ ഒന്ന് വന്നാൽ എന്താ പ്രശ്നം? ഇതിപ്പോ നമ്മൾ രണ്ടുപേരുടെയും സമയം പോകുന്നു, താൻ കാരണം, കിരൺ പറഞ്ഞു. നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് മിസ്റ്റർ കിരൺ? നീലിമ ദേഷ്യത്തോട് ചോദിച്ചു. വേറെ ഒന്നുമല്ല, നമ്മൾ തമ്മിൽ കുറെ വഴക്കൊക്കെ ഉണ്ടായതല്ലേ.
അതൊക്കെ ഒന്ന് മാറ്റണം. അതിന് നീ ഇന്ന് എന്റെ കൂടെ ഫുഡ് കഴിക്കണം, അത്രേയുള്ളൂ. കിരൺ പറഞ്ഞു. നീലിമയ്ക്ക് വേറെ വഴിയില്ലായിരുന്നു. കിരണിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്നും ഒഴിവാക്കാൻ വേണ്ടി അവൾ ഫുഡ് കഴിക്കാമെന്ന് ചെല്ലാമെന്ന് സമ്മതിച്ചു. ഹോ, താങ്ക്സ് നീലിമ, കിരൺ സന്തോഷത്തോടെ പറഞ്ഞു. നീലിമയുടെ മുഖത്ത് തീരെ ഉത്സാഹമില്ലായിരുന്നു. കിരൺ അവളെയും കൂട്ടി അവിടെ അടുത്തുള്ള ഫുഡ് കോർട്ടിലേക്ക് പോയി. ഇതെല്ലാം കലിയോടെ നോക്കി നിൽക്കുകയായിരുന്ന സിദ്ധാർത്ഥ് ഉടനെ അവരുടെ പിന്നാലെ ഫുഡ് കോർട്ടിലേക്ക് നടന്നു. ഇവനതെങ്ങോട്ടാ പോകുന്നേ? ശ്രീകാന്ത് ചോദിച്ചു. വാ നോക്കാം, ഹേമന്ത് പറഞ്ഞു. അവർ 3 പേരും ഫുഡ് കോർട്ടിലേക്ക് ചെല്ലുമ്പോൾ നീലിമയും കിരണും അവിടെ ഒരു ടേബിളിൽ ഇരിപ്പുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് അവരെ കാണുന്ന രീതിയിൽ ഒരു ടേബിളിന്റെ അടുത്ത് ചെന്നിരുന്നു. ഹേമന്തും ശ്രീകാന്തും അവന്റെ അരികിൽ ചെന്നിരുന്നിട്ടും സിദ്ധാർത്ഥ് അത് ശ്രദ്ധിച്ചില്ല. ഇവന്റെ കഴുത്തെന്താ ഒടിഞ്ഞു പോയോ? കുറെ നേരമായാലും ഒരു ഭാഗത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ശ്രീകാന്ത് ചോദിച്ചു. മിണ്ടാതിരി, അവൻ കേക്കണ്ട, ഹേമന്ത് പറഞ്ഞു. അത് കേട്ട് ശ്രീകാന്ത് ശബ്ദം താഴ്ത്തി ചോദിച്ചു. എടാ, അത് കിരണല്ലേ? ഇവൻ കിരണിനെയാണ് ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ. അവൻ ഇവന്റെ കസിനെങ്ങാണ്ടല്ലേ? ശ്രീകാന്ത് ചോദിച്ചു. ശ്രീകാന്ത് ചോദിച്ചത് കേട്ട് ഹേമന്ത് അവിടേക്ക് നോക്കി. അപ്പോൾ കിരണും നീലിമയും ഒരു ടേബിളിന്റെ ഇരുവശത്തായി ഇരിക്കുന്നത് ഹേമന്ത് വ്യക്തമായി കണ്ടു. അവൻ അപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് നോക്കി. കിരണിനെ ഇപ്പോൾ കയ്യിൽ കിട്ടിയാൽ തല്ലിക്കൊല്ലുമെന്നായിരുന്നു സിദ്ധാർത്ഥിന്റെ അപ്പോഴത്തെ മുഖത്തിന്റെ ഭാവം. അത് ശ്രദ്ധിച്ച ഹേമന്ത് മനസ്സിൽ പറഞ്ഞു. ഓ, അപ്പോ അതാണ് കാര്യം. പൊണ്ടാട്ടി കിരണിന്റെ ഒപ്പം സംസാരിച്ചതൊന്നും സിദ്ധു സാറിന് ഇഷ്ടായിട്ടില്ല. എടാ കള്ള കലിപ്പ. ഹേമന്ത് ചിരിച്ചുകൊണ്ട് എന്തോ ആലോചിക്കുന്നത് ശ്രീകാന്ത് ശ്രദ്ധിച്ചു. നീ എന്താ ആലോചിക്കുന്നത്? അവൻ ഹേമന്തിനെ നോക്കി ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. നീ പറഞ്ഞത് ശരിയാ, അത് കിരൺ തന്നെയാ, ഇവന്റെ കസിൻ ബ്രോ. അവനിങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ലാതെ തെണ്ടി നടക്കുന്നത് കണ്ടിട്ടാവും സിദ്ധുവിന് ഇത്ര ദേഷ്യം, ഹേമന്ത് പറഞ്ഞു. അത് കേട്ട ശ്രീകാന്ത് അത് വിശ്വസിച്ച മട്ടിൽ കിരണിനെയും നീലിമയെയും നോക്കി. അല്ല, ആ പെണ്ണേതാ? അവന്റെ ലവറാണോ? ശ്രീകാന്ത് ചോദിച്ചു. ആ ചോദ്യം സിദ്ധാർത്ഥ് കേട്ടിരുന്നു. സിദ്ധാർത്ഥ് ശ്രീകാന്തിന്റെ നേർക്ക് രൂക്ഷമായി നോക്കി. അപ്പോൾ ശ്രീകാന്ത് സംസാരം നിർത്തി. സിദ്ധാർത്ഥ് വീണ്ടും നീലിമയുടെ അടുത്തേക്ക് മാറിയപ്പോൾ ശ്രീകാന്ത് ശബ്ദം താഴ്ത്തി ചോദിച്ചു. ആ പെണ്ണിനെ കുറിച്ച് ചോദിച്ചതിന് ഇവനെന്തിനെ ഇങ്ങനെ നോക്കിയേ? നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ഫുഡ് കോർട്ടിൽ വന്നതല്ലേ, ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ നോക്ക്. അവനെ ശ്രദ്ധിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല, ഹേമന്ത് പറഞ്ഞു. അപ്പോൾ മറുവശത്ത് കിരൺ നീലിമയെ നോക്കി. തനിക്കെന്താ കഴിക്കാൻ പറയേണ്ടത്? കിരൺ ചോദിച്ചു. എനിക്കൊന്നും വേണ്ട, നീലിമ പറഞ്ഞു. അവൾ വളരെ അസ്വസ്ഥയായിരുന്നു. കിരണിന്റെ ഒപ്പം അവിടെ ചെന്നിരുന്നത് പോലും സൂര്യയുടെ ഭാവി ഓർത്തു മാത്രമാണ്. സൂര്യയുടെ കാര്യം മുന്നിലില്ലായിരുന്നുവെങ്കിൽ കിരണിനെ ഒരുപക്ഷെ അവൾ തല്ലിയേനെ. കിരൺ നീലിമയുടെ മുഖം ശ്രദ്ധിച്ചു. അല്ല, ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മൾ ഫുഡ് കഴിക്കാനല്ലേ വന്നത്, എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ, കിരൺ പറഞ്ഞു. അപ്പോൾ നീലിമ ധർമ്മസങ്കടത്തിലായി. കിരൺ പറഞ്ഞാൽ മതി, നീലിമ ഇഷ്ടക്കേട് മറച്ചുകൊണ്ട് പറഞ്ഞു. കിരൺ അത് കേട്ട് അവളെ നോക്കി പുഞ്ചിരിച്ചു. എന്തൊക്കെയായിരുന്നു അഹങ്കാരം ഇവളുടെ. ഞാൻ വിളിച്ചപ്പോ വരാൻ ഭയങ്കര മടി, എന്നിട്ടിപ്പോ വന്നിരിക്കുന്നത് നോക്ക്. നീയൊക്കെ ഇത്രയേ ഉള്ളൂ. കാശ് കണ്ടാൽ വീഴുന്ന പെണ്ണുങ്ങളെ പോലെ തന്നെയാ നീയും. പ്രാക്ടിക്കലായി ചിന്തിച്ച് കാണും ഇവള്. എന്നാലും ഇവളുടെ സൗന്ദര്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ കെഞ്ചി കൂടെ നിർത്തുന്നത്. എന്റെ ആവശ്യം കഴിഞ്ഞ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ നീലിമ? കിരൺ മനസ്സിൽ പറഞ്ഞു. അവന്റെ നോട്ടവും സംസാരവും കാരണം അസ്വസ്ഥയായ നീലിമ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന വഴി നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ വെയിറ്റർ ഓർഡർ എടുക്കാൻ വന്നു. കിരൺ എന്തൊക്കെയോ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് കിരൺ നീലിമയെ നോക്കി ചോദിച്ചു. നീലിമയ്ക്ക് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോ കേട്ടോ? കിരൺ ചോദിച്ചത് കേട്ട് നീലിമ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നോ താങ്ക്സ്. അല്പനേരം കഴിഞ്ഞപ്പോൾ വെയിറ്റർ ഫുഡുമായി വന്നു. ചിക്കൻ ഫ്രൈഡ് റൈസും മഷ്റൂം വെച്ചിട്ടുള്ള സാലഡും ഒക്കെ അതിലുണ്ടായിരുന്നു. കൂടെ 2 ഗ്ലാസുകളിൽ റെഡ് വൈനും. റെഡ് വൈനിന്റെ മണം അടിച്ചപ്പോൾ തന്നെ നീലിമ അസ്വസ്ഥയായി തുടങ്ങി. അവൾ ദേഷ്യത്തോടെ കിരണിനെ നോക്കി. കിരൺ തന്നെ ഉപദ്രവിക്കാൻ വേണ്ടി സാമലക്സിനെ ഉപയോഗിച്ച് തന്നെ കൊണ്ട് ഓവറായി മദ്യം കഴിപ്പിച്ചതും മറ്റും നീലിമയ്ക്ക് വീണ്ടും ഓർമ്മ വന്നു. അവളുടെ മുഖത്ത് ഭാവമാറ്റം ശ്രദ്ധിക്കാതെ കിരൺ പറഞ്ഞു. നീലിമ, റെഡ് വൈൻ കുടിക്കുക. അവനത് പറഞ്ഞപ്പോൾ നീലിമയ്ക്ക് വൈനെടുത്ത് അവന്റെ മുഖത്തെ കുടിക്കാൻ തോന്നി. പക്ഷേ അവൾ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. എനിക്ക് വൈനൊന്നും പറ്റില്ല, അതിന്റെ സ്മെല്ലടിച്ചാൽ തന്നെ ഈയിടെ തലകറക്കം വരുന്നുണ്ട്. സോ എനിക്കിത് വേണ്ട, നീലിമ പറഞ്ഞു. അത് കേട്ട അവൻ നീലിമയെ നിർബന്ധിക്കാൻ ശ്രമിക്കാതെ 2 ഗ്ലാസ്സിലെയും വൈൻ എടുത്തു കുടിച്ചു. ഭക്ഷണം കഴിക്കടോ, കിരൺ പറഞ്ഞു. നീലിമ അപ്പോഴും സൂര്യയുടെ കാര്യമോർത്ത് അസ്വസ്ഥയായിരുന്നു. ഇപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകിയിട്ടുണ്ടെന്ന് എന്നവൾക്ക് നന്നായിട്ടറിയാം. കിരണിന്റെ മുന്നിൽ നിന്ന് എങ്ങനെ മുങ്ങുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ വെയിറ്റർ വീണ്ടും റെഡ് വൈൻ എടുത്തുകൊണ്ട് അവിടേക്ക് വന്നു. നീലിമ ഉടനെ കിരണിനെ നേർക്ക് നോക്കി പറഞ്ഞു. കിരൺ, എനിക്കൊട്ടും സുഖം തോന്നുന്നില്ല. വൈൻ സ്മെല്ല് ഒട്ടും പിടിക്കുന്നില്ല, ഛർദിക്കാൻ തോന്നുന്നു. നീലിമ പറഞ്ഞത് കേട്ട് കിരൺ അവളെ നോക്കി. അയ്യോ ആണോ? കിരൺ ചോദിച്ചു. അതെ, ഞാൻ വാഷ്റൂമിൽ പോയി വരാം. നീലിമ ഉടനെ അതും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. കിരണിന് അവളെ തടയാൻ സാധിച്ചില്ല. നീലിമ എന്തായാലും തിരികെ വരുമെന്ന് തന്നെയായിരുന്നു കിരണിന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അവൻ അതിനെക്കുറിച്ച് അധികമൊന്നും ആലോചിച്ചില്ല. കിരൺ സ്വസ്ഥമായി ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ നീലിമ വാഷ്റൂമിൽ ചെന്ന് കയറി. കിരണിന്റെ ശ്രദ്ധ മാറിയാലുടനെ അവിടെ നിന്നും ഇറങ്ങിപ്പോകാമെന്നായിരുന്നു അവളുടെ കണക്കുകൂട്ടൽ. അവൾ കിരൺ ഭക്ഷണം കഴിക്കുന്നത് നോക്കിക്കൊണ്ട് വാഷ്റൂമിൽ നിന്നു. ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്ന സിദ്ധാർത്ഥ് ഉടനെ ഹേമന്തിനോടും ശ്രീകാന്തിനോടുമായി പറഞ്ഞു. ഞാനൊന്ന് വാഷ്റൂമിൽ പോയി വരാം. സിദ്ധാർത്ഥ് ഉടനെ എഴുന്നേറ്റ് പോയി. അപ്പോൾ ശ്രീകാന്ത് അതിശയത്തോടെ ഹേമന്തിനെ നോക്കി. എടാ, ഈ സിദ്ധാർത്ഥ് ശരിക്കും എന്തിനാ കിരണിനോട് ഇത്ര ദേഷ്യം കാണിക്കുന്നേ? അവൻ ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ നടന്നാൽ സിദ്ധാർത്ഥിന് എന്താ ഇത്ര ദേഷ്യത്തോടെ? ഞാൻ ഈ അടുത്തൊന്നും സിദ്ധാർത്ഥിനെ കണ്ടിട്ടില്ല, ശ്രീകാന്ത് പറഞ്ഞു. സിദ്ധാർത്ഥ് ദേഷ്യപ്പെട്ടത് കിരൺ ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ നടന്നതിനല്ല, ഈ പെണ്ണ് കിരണിന്റെ അടുത്തിരുന്നത് കൊണ്ട് മാത്രമാണ് സിദ്ധാർത്ഥിന്റെ ദേഷ്യത്തിന് കാരണം.
ഹേമന്ത് പറഞ്ഞു. അപ്പൊ ആ പെണ്ണിനെ സിദ്ധാർത്ഥിന് നേരത്തെ അറിയൂ? ആ പെണ്ണിനെ അവന്റെ ഒപ്പം കണ്ടതിന് ഇവനെന്തിനത്ര ചൂടാവുന്നേ? സിദ്ധാർത്ഥിന് അത്ര വേണ്ടപ്പെട്ട ആരെങ്കിലുമാണോ അത്? ശ്രീകാന്ത് ചോദിച്ചു. ഹേമന്ത് അതിന് മറുപടി പറയാതെ പുഞ്ചിരിച്ചു.